ഓക്കെ. അപ്പം ഇവിടെ ജനറൽ അനാട്ടമി അത്യാവശ്യം എപ്പോഴും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, മാർക്ക് കിട്ടും, അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ജോയിൻസ് തന്നെ ചോദിക്കാറുണ്ട് വീണ്ടും വീണ്ടും. ജോയിൻസിനകത്ത് ബേസിക്കലി ടൈപ്സ് ഓഫ് ജോയിൻസ്, അതിൻ്റെ എക്സാമ്പിൾ, അത്രയും മതിയാവും. പിന്നെ ജസ്റ്റ് ആ ജോയിൻസിൻ്റെ ടൈപ്പ് എങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്ന കുറച്ച് പടം മാതിരി സാധനമുണ്ട്. അതും കൂടെ പഠിച്ചു വെച്ചാൽ ഗുണം ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അതെ, അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് ആർട്ടിക്കൽ ഏത് ഏത് രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പോൾ ഷേപ്പ് ഓഫ് ആർട്ടിക്കൽ സർഫസിനായിട്ടാ നമുക്ക് സിനോവിയൽ ജോയിന്റ്, ആ സിനോവിയൽ ജോയിന്റിനെ ഇത്രയും പ്ലെയിൻ ഹിഞ്ച് പിവറ്റ് കോണ്ടയിലർ, അതിനകത്ത് ഓരോന്നിനെ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ അതിൻ്റെ ഡിഫൈൻ ചെയ്യാം. എക്സാമ്പിൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഡിഫൈനും എക്സാമ്പിളും അത് മതിയാവും. അത് സിമ്പിളാണ്, പെട്ടെന്ന് വായിച്ചാൽ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ബോണിനെ കുറിച്ച് ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ ജോയിൻസ് അത് തന്നെ, സ്ട്രക്ചർ ഓഫ് സിനോവിയൽ ജോയിന്റ് വിത്ത് എക്സാമ്പിൾ. പിന്നെ അപ്പോൾ ഈ ഇതിനകത്ത് വിശ്രാം സിംഗിനകത്ത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ ബ്ലഡ് സപ്ലൈ ഓഫ് ലോങ് ബോൺസ് ജോയിൻസ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഇവിടെ എപ്പോഴും വീണ്ടും വീണ്ടും ലൈക്ക് ഈ ഒരു ഒറ്റ പടം ആദ്യം പഠിക്കുകയാണെങ്കിൽ ബ്ലഡ് സപ്ലൈക്കകത്ത് പഠിക്കുക, ജസ്റ്റ് ഈ പടം പഠിച്ചാൽ തന്നെ ഇപ്പൊ എത്ര ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഒരു 3 അല്ലെങ്കിൽ 3.5 മാർക്ക് ഓൾമോസ്റ്റ് മൊത്തം മാർക്കും ആ പടത്തിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ആദ്യം പടം വരയ്ക്കാൻ പഠിക്കുക. പടം സിമ്പിൾ പടമാണ്, വിചാരിക്കുമ്പോൾ അല്ല. ഇനിയിപ്പം ഒന്നും പഠിക്കാതെ ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാൻ പോയിട്ട് ചുമ്മാ ഓർമ്മ വന്നില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വരച്ച് അവിടുന്ന് ഇവിടുന്ന് കുറച്ച്, പ്രത്യേകിച്ച് മണ്ടയും താഴേക്ക് 2 ആർട്ടറി വരയ്ക്കുക, നടുക്കോട്ട് ആർട്ടറി വരയ്ക്കുക, നടുക്ക് ന്യൂട്രൻ്റ്, മണ്ടയ്ക്ക് എപ്പിഫേസിയൽ, പിന്നെ ബോണിന്റെ ബോൺ ഭാഗത്തോട്ട് അനുകരിക്കുന്നത് പെരിയോസ്റ്റിയൽ. ഈ ജസ്റ്റ് ആ ഒരു അതിന്റെ ടോപ്പിക്ക് എഴുതിയേക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ ധാരാളം. അത്രയും മതിയാവും. എന്തായാലും മാക്സിമം കിട്ടാവുന്ന 3.5 മാർക്കാണ്. അതിനകത്ത് പടം വരച്ചാൽ തന്നെ 3 മാർക്ക് കിട്ടും. 3 മാർക്ക് കിട്ടുക പറഞ്ഞാൽ ഓൾമോസ്റ്റ് മൊത്തം സാധനത്തിൽ തന്നെ ഉണ്ട് എന്തായാലും. പിന്നെ ജോയിൻസ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ബ്ലഡ് സപ്ലൈ തിരിച്ചു മറിച്ച് ചോദിക്കും. പിന്നെ ബാക്കി ടോപ്പിക്സ് പെരിയോസ്റ്റിയം, പിവറ്റ് ജോയിന്റ്, നോക്കട്ടെ. പെരിയോസ്റ്റിയം എന്ന് പറയുമ്പം ജസ്റ്റ് ആദ്യം ബേസിക്കലി എന്താ ഡെഫിനേഷൻ എന്ന് അറിയണം. പിന്നെ ക്ലിനിക്കൽ ആദ്യം എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആദ്യം ക്ലിനിക്കൽ ഒന്ന് വായിച്ചു വിട്ടാൽ വന്നിട്ട് പിന്നെ മെയിൻ ടോപ്പിക്കിലോട്ട് പോയാൽ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഡെഫിനേഷൻ നോക്കുക, പിന്നെ ക്ലിനിക്കൽ നോക്കുക, പിന്നെ ബാക്കി ഈ ഫങ്ഷൻസ് അത് നോക്കി വെച്ചാൽ ഓർത്തിരിക്കുക എളുപ്പമുള്ള സാധനം. പിന്നെ അങ്ങനെ എല്ലാ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്ക് ജനറൽ അനാട്ടമിക്കകത്തത് അത്ര കണ്ടന്റ് ഉള്ളതല്ല. ലൈക്ക് പെട്ടെന്ന് പഠിച്ച് അതിൻ്റെ കൂടെ തീർക്കാവുന്നതേ ഉള്ളൂ. ലൈക്ക് ആദ്യം ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നതായിരിക്കും എളുപ്പം. ഐ മീൻ ഒരു ബോധ ബുദ്ധിപരമായ രീതി. പിന്നെ പിന്നെന്താ പെരിയോസ്റ്റിയം, സെസമോയിഡ് ബോൺ ചോദിക്കാറുണ്ട് നമുക്കിവിടെ. സെസമോയിഡ് ജസ്റ്റ് അതിനകത്ത് എനിക്ക് തോന്നുന്നു ടൈപ്സ് ഓഫ് സെസമോയിഡ് ചോദിക്കും. ടൈപ്സ്, പിന്നെ അതിൻ്റെ എവിടെ കാണുന്നത്, പ്ലറ്റല്ലാണെങ്കിൽ ക്വാഡ്രിസെപ്സ് ഏത് മസിലിൻ്റെ ആണെന്ന്, പ്ലബെല്ല, ഇത് ലൈക്ക് ലാസ്റ്റിലും തിരിച്ചും മറിച്ചും ഒക്കെ എക്സാമിന് തിരിച്ചും മറിച്ച് മീൻസ് എല്ലാത്തിനകത്തും ഷോർട്ട് ആൻസറിൽ വരാം, ഷോർട്ട് എസ്സേ ഷോർട്ട് ആൻസറിൽ വരാം, അല്ലെങ്കിൽ പിന്നെ മറ്റേ MCQൻ്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിടാം. പിന്നെ ഫങ്ഷൻസ് ഇതൊക്കെ ജസ്റ്റ് ഈ പുള്ളിയായിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് ഫുള്ള് മാറ്റി, മിനിമൈസ് ഫ്രിക്ഷൻ, അത്രയൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്കിനകത്ത് പെരിയോസ്റ്റിയം ഇല്ല എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ്. ഓസിഫൈസ് ആഫ്റ്റർ ബർത്ത്, പിന്നെ ലാഖ പക്ഷേ ആ ഒരു 3 പോയിന്റ് അത് ഇമ്പോർട്ടൻറ്റ്. ബേസിക്കലി ഈ സാധനം എപ്പോഴും അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇതിലേക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് മാതിരിയൊക്കെ ആ ഒരു രീതിയിൽ അറിയണം. അത്രേ ഉള്ളൂ സെസമോയിഡ്. സെസമോയിഡ് നമ്മൾ ഇവിടുത്തെ എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടുള്ളതാണ്. പിന്നെ ജനറൽ അനാട്ടമിക്ക് തന്നെ ഉള്ളതാ. സ്കിന്നും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇവിടെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ അത്യാവശ്യം ഐഡിയ വെച്ച് കുറേയൊക്കെ എഴുതി കൂട്ടാൻ പറ്റും. സ്കിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഹിസ്റ്റോളജിക്കകത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഹിസ്റ്റോളജി കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്കിന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇതൊരു രണ്ടിലും വരാം, ഹിസ്റ്റോളജിയിലായിട്ടും ജനറൽ ഹിസ്റ്റോളജിയിലായിട്ടും ചോദിക്കാം, അല്ലാതെ ജനറലായിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പടം പഠിച്ചു വെക്കുക. എന്തായാലും എക്സാമിന് സ്കിന്ന് എപ്പോഴും വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ രണ്ട് പടം വരയ്ക്കാൻ അറിഞ്ഞാൽ തന്നെ അത് മെയിനാകും. അപ്പോൾ നിങ്ങൾ ഈ ഹിസ്റ്റോളജിക്കകത്ത് വരുന്ന ടോപ്പിക്സ് എല്ലാം ആദ്യം ഹിസ്റ്റോളജിയുടെ ഭാഗം കവർ ചെയ്യുക, ലൈക്ക് ആ വരയ്ക്കുന്നതും അതിൻ്റെ കൂട്ടത്തിൽ മാർക്ക് ചെയ്യുന്നതും.
അപ്പൊ എന്തായാലും ഇത് ഇത്ര പഠിക്കണം. ഈ പടം രണ്ടും ആദ്യം പഠിക്കണം സ്കിന്നിന്റെ കാര്യത്തിൽ. പിന്നെ ഓരോ ലെയേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഇന്ന ഇത്ര ലേയേഴ്സ് ആണ്. ഓരോ ലേയേഴ്സിന്റെ ഒരു ഫീച്ചറെങ്കിലും മിനിമം. അതിപ്പം ഹിസ്റ്റോളജി പ്രാക്ടിക്കലാണെങ്കിലും തിയറിക്കാണെങ്കിലും ജസ്റ്റ് ഹിസ്റ്റോളജി ടോപ്പിക്സ് ഉള്ളവരുടെ എല്ലാത്തിനും തിയറിക്ക് പടം പഠിച്ചാൽ എളുപ്പമാണ്. പടം പഠിക്കുക, അതിന്റെ ഓരോ ലെയർ, അതിന്റെ ജസ്റ്റ് ഫീച്ചേഴ്സ് മാർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അത്രയും മതി. ധാരാളം, അത് എളുപ്പമാണ്. അപ്പം സ്കിന്നിന്റെ കാര്യം ആദ്യം ഇത്ര നോക്കുക. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് സ്ട്രക്ചറും ചോദിച്ചാൽ പിന്നെ ഫങ്ഷൻസ് ഓഫ് സ്കിൻ വിത്ത് ഇറ്റ്സ് അപ്പൻഡേജസ്. ഇതിപ്പോ സ്ട്രക്ചറിനുള്ള കാര്യം ഇതിനകത്ത് തന്നെ ആവും, പടത്തിൽ കഴിയും. ലൈക്ക് രണ്ട് പടം വരച്ച് സ്ട്രക്ചറിന് ജസ്റ്റ് സാധനങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ മതിയാവും, സ്കിന്നാവും. പിന്നെ ഫങ്ഷൻ ഓഫ് സ്കിൻ വിത്ത് അപ്പൻഡേജസ് ചോദിക്കുമ്പം ഫങ്ഷൻ എവിടെ പോയി? അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ഈ നെയില് അങ്ങനെ സംഭവം, അപ്പൻഡേജസ് ഓഫ് സ്കിൻ, ഇത് ടെക്സ്റ്റിലാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പം വരയ്ക്കാൻ ഈ ഭാഗമൊക്കെ വരയ്ക്കാനൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നെയിലുണ്ട്. ആദ്യം എന്തൊക്കെ അപ്പൻഡേജസ് ഉള്ളത്? ഇപ്പം നെയിലുണ്ട്. ലൈക്ക് എക്സാമിന്റെ സമയത്തെല്ലാം ഒന്നും ഓർമ്മ വന്നതില്ല. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ പിന്നെ നെയില്, ഹെയർ, പിന്നെ ഇത് ജസ്റ്റ് എല്ലാത്തിന്റെയും ഇപ്പം നെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ 2-3 പോയിന്റ്, പാർട്സ് ഓഫ് നെയിൽ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതുക, അത്ര മതി. പിന്നെ അതിന്റെ ഒരു ക്ലിനിക്കൽ രണ്ട് ഭാഗങ്ങളും, ക്ലബിംഗ് വർക്ക്, കൊയിലണിക്ക് വർക്ക്, അത് രണ്ട് ഫിസിയോളജിയിലും ഉണ്ടല്ലോ, അപ്പോൾ അത് ഓർത്തിരിക്കും. പിന്നെ ഹെയറിലോട്ട് വരുമ്പം അതിന്റെ 3 ഭാഗം ഉണ്ടെന്ന് എഴുതാം. പിന്നെ കെരാറ്റിനിസ്റ്റ, അതൊക്കെ എന്തെങ്കിലും വായ എഴുതാൻ അത്യാവശ്യം കൈ നിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ സ്ട്രെസ് ഒന്ന് വായിച്ചു വിട്ടാൽ പെട്ടെന്ന് നോക്കി കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും. പിന്നെ ഹെയർ റൂട്ട് ബൾബ്, അതൊക്കെ ജസ്റ്റ് പോയിന്റ്സ് മതി. അതിനെക്കുറിച്ച് അത്ര വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ സ്കിന്നിന്റെ അപ്പൻഡിക്സ് എന്നുള്ള തോന്നി ഇറക്ടർ പൈലി മസിൽസ്, ഇല്ല സോറി, അതിനകത്തുണ്ടെന്ന് തോന്നുന്നു, അത് നോക്കുക. പിന്നെ ബാക്കി അപ്പൻഡിക്സ് ടൈപ്സ് ഓഫ് ഹെയർ ഒന്നും വേണ്ട. പിന്നെ ടൈപ്സ് ഓഫ് ഹെയർ വേണേൽ വായിച്ചു വിട്ടോ, അത് ഓർത്തിരിക്കുക എളുപ്പമാണ്. ലാനുഗോ ഫീറ്റസിലാണ്, ടെർമിനൽ ഹെയർ അടുത്തതിനകത്ത്, അങ്ങനെ അങ്ങനെ. ഓക്കെ, ബാക്കി അപ്പൻഡേജസ് ഏതാ നോക്കി വെച്ചു, ഞാൻ മറന്നു ബാക്കി. സ്കിൻ, ഓക്കെ. ബാക്കി അപ്പൻഡേജസ് ഏതാ നോക്കിക്കോ. ടെക്സ്റ്റ് കിടപ്പുണ്ട് അതുപോലെ. അതെ, ഫങ്ഷൻസ് ഓഫ് സ്കിൻ ഈ സാധനം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രൊട്ടക്ഷൻ, ഹൈഡ്രോളജി, സെൻസറി, ഇതാദ്യം ബേസിക്കലി ഈ ഇത്രയാണ് കാണാതെ പഠിച്ചെഴുതിയാൽ തന്നെ ലൈക്ക് ഓൾമോസ്റ്റ് ഉള്ളതാണ്. പിന്നെ ബാക്കിയൊന്നും വായിക്കണ്ട, എന്തൊക്കെയോ വളവളാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും വായിച്ചത്. ഈ ജസ്റ്റ് ഈ 8 വേണ്ട, ഒരു 5 കാണാതെ പഠിച്ച് വെക്കുക ഇതിനകത്തുനിന്ന്. പിന്നെ പിന്നെന്താ ഉള്ളത് സ്കിൻ വിത്തിട്ട്? പിന്നെ നോക്കട്ടെ, ഫങ്ഷൻ, എപ്പിഫൈസസ് ചോദിച്ചിട്ടുണ്ട്. അവിടെ പോയി, ഉണ്ട് എപ്പിഫൈസസ് ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് എപ്പിഫൈസസും ലൈക്ക് ടൈപ്പും അതിന്റെ എക്സാമ്പിളും. പ്രഷർ എപ്പിഫൈസസ്, എന്ത് ഹെഡ് ഓഫ് എന്തുട്ടാ, അതിന്റെ ഫങ്ഷൻ, ഇത് ഹെഡ് ഓഫ് ഹ്യൂമർ എവിടെയാ കാണുന്നത്, ടൈപ്പ് ഈ പ്രഷർ എപ്പിഫൈസസ് അവിടെ. പിന്നെ ട്രാക്ഷൻ എപ്പിഫൈസസ്, ഗ്രേറ്റർ ആൻഡ് ലെസർ ട്രൊക്കാൻഡർ ഓഫ് ഫീമർ, ഓക്കെ, അങ്ങനെ. അറ്റാവിസ്റ്റിക്, അബറന്റ്, അതൊക്കെ ലൈക്ക് ജസ്റ്റ് സാധനം, ഇത് ഇതിന്റെ എവിടെയുള്ള അത് ചോദിച്ച് നമ്മുടെ ഇവിടുത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ അവിടെ ഇരിക്കട്ടെ. പിന്നെ പിന്നെ ബ്ലഡ് വെസൽസിന്റെ സംഭവം. ബ്ലഡ് വെസൽ എനിക്ക് തോന്നുന്നു അത് ഹിസ്റ്റോളജിക്കകത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്കത് കഴിഞ്ഞ എക്സാമിന് മറ്റേ എന്തുവാ, യൂണിവേഴ്സിറ്റിക്ക് ബ്ലഡ് വെസൽ ചോദിച്ചതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ആർട്ടറീസ് പോട്ടെ, അതിനകത്ത് കുറച്ച് ലൈക്ക് ആദ്യം ആ ഹിസ്റ്റോളജിയിലുള്ള പടം ഉണ്ടല്ലോ, അത് നോക്കുക. അതിനൊരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അതിനകത്ത് ആ ബ്ലഡ് വെസൽസിന്റെ സാധനമുണ്ട്. അപ്പം ബേസിക്കലി ബ്ലഡ് വെസൽസ് അവർ 4 ഉള്ളത് വരയ്ക്കാൻ പഠിക്കുക. അത് ജസ്റ്റ് വരയ്ക്കാനായാൽ തന്നെ ബ്ലഡ് വെസൽസിന്റെ മെയിൻ ഭാഗമാകും. പിന്നെ ടൈപ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ, ലാർജ് ആർട്ടറി, മീഡിയം സൈസ്ഡ് ആർട്ടറി, വെയിന്, അതുപോലെ അതിന്റെ ബേസിക്കലി ഹിസ്റ്റോളജി ആദ്യം പഠിക്കുക. എന്ന് വെച്ചാൽ ഹിസ്റ്റോളജി ഇപ്പോൾ പ്രാക്ടിക്കലിനും ആവശ്യമുണ്ട്, ജനറൽ ഹിസ്റ്റോളജി ആയിട്ട് ചോദിച്ചാൽ അതിനകത്ത് വരയ്ക്കാൻ ആവശ്യമുണ്ട്. അങ്ങനെ. അപ്പൊ പിന്നെ അത് ലൈക്ക് എഴുതും. ഇപ്പൊ ലൈക്ക് വരയ്ക്കാൻ പഠിച്ചതിന് അതിന്റെ കൂടെ എന്തായാലും മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇന്ന സാധനം ഇന്നതാ, ഇന്നതാ, ഇന്നതാ. അപ്പത്തേക്കും കുറച്ച് മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ ആ വരച്ച് മാർക്ക് ചെയ്തതിനകത്ത് തന്നെ ലൈക്ക് വേറെ അല്ലാണ്ട് എക്സ്ട്രാ എഴുതാനൊന്നും പഠിച്ചില്ലെങ്കിൽ ആ വരച്ചേക്കുന്ന ആ മാർക്ക് ചെയ്ത സംഭവത്തിനെ കുറിച്ച് തന്നെ കുറച്ച്
ഒന്നോ രണ്ടോ സെന്റൻസ് എഴുതാം. അപ്പത്തേക്ക് സാധനം ആവും. ഏഹ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പെരിയോസ്റ്റിയം എപ്പിഫൈസിയൽ പ്ലേറ്റ് അത് എങ്ങനെ നമ്മുടെ എവിടെ ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് അത് മാർക്ക് ചെയ്ത് വെച്ചത്. ജസ്റ്റ് ഒന്ന് വായിച്ചെന്താ സംഭവം നോക്കി വിട്ടേരെ. പിന്നെ കാർട്ടിലേജും അങ്ങനെ തന്നെ. ഹിസ്റ്റോളജിക്കകത്തുള്ള കാർട്ടിലേജ് പഠിച്ചിട്ട് പോയാൽ മതി, ധാരാളമാവും. ആണെങ്കി ഹിസ്റ്റോളജിക്കകത്ത് അത് മതി. ഹിസ്റ്റോളജിക്കകത്തുള്ളത് മതി. അത് വരയ്ക്കാൻ പഠിച്ചാൽ അതിനകത്ത് മാർക്ക് ചെയ്യുന്നത് വെച്ച് തന്നെ ബാക്കി കഴിഞ്ഞിട്ട് അത് എഴുതി വെക്കാം. പിന്നെ കാർട്ടിലേജിന്റെ എക്സാമ്പിൾ നോക്കി വെച്ചോ. എപ്പോഴും എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ന്യൂറോഗ്ലി ഒക്കെ ന്യൂറോഗ്ലി അതൊക്കെ ലൈക്ക് പ്രീവിയസ് അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടോ. ഫങ്ഷൻ ഒരു സാധനം നോക്കുക. ജനറൽ അനാട്ടമി അത്രേ ഉള്ളൂ.